പ്രിയപ്പെട്ടവരെ, ഞാൻ ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം. നമുക്കറിയാം, ദേശീയപാതയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉപ്പള ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്തത് ഉപ്പള ടൗണിൽ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. പിന്നീട് ഫ്ലൈ ഓവറിന്റെ പണി പൂർത്തിയായി. പക്ഷെ എന്നാലും ബസ് അകത്തേക്ക് കയറുന്നില്ല. സർവീസ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും ബസ്സുകൾ സർവീസ് റോഡിൽ പോകാത്ത ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്കൂൾ അധ്യയന വർഷം ഈ വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഇത് വ്യാപകമായ പരാതി വന്നു. ജൂൺ മാസം 2-ാം തീയതി കളക്ടറെ നേരിൽ കണ്ട് നിവേദനം ഞാൻ നൽകി. കളക്ടർ ഉടനടി RTO കൊണ്ട് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും RTOയുടെയും കളക്ടറിന്റെ ചേംബറിൽ നേരിട്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൊടുത്ത പരാതിയിൽ അത്രത്തോളം ഗൗരവത്തോടു കൂടി കളക്ടർ യോഗം വിളിച്ചു. അവിടെ ഞങ്ങൾ 5-6 പേര് ഇരുന്നു. ഈ വിഷയം ചർച്ച ചെയ്തു. അസോസിയേഷന്റെ ആളുകൾ പറഞ്ഞത്, സർവീസ് റോഡിൽ ബസ് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോ എടുത്തിട്ട് പരാതി തരാമെന്ന്. പക്ഷേ അന്നത്തെ ആ സിറ്റിംഗോട് കൂടി ബസ്സുകളെല്ലാം സർവീസ് റോഡിൽ പോകാൻ തുടങ്ങി. കുട്ടികളൊക്കെ കൃത്യമായി ബസ്സിൽ കയറ്റാൻ തുടങ്ങി. പക്ഷേ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ് കയറുന്നില്ല. അവർ പറഞ്ഞത്, സർവീസ് റോഡിന്റെ വർക്ക് നടന്ന സമയത്ത് ഡ്രെയിനേജും ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് പോകുന്ന റോഡും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ബസ്സുകൾക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ അവർ പറയുന്നത് ന്യായമല്ല. അവിടെ ബായാറിലേക്ക് പോകുന്ന ബസ്സുകൾ അകത്തേക്ക് കയറുന്നു. എന്നാലും നമ്മൾ എന്ത് പറഞ്ഞു, ഊരാളുകളുമായി ബന്ധപ്പെട്ടു. അവർ പറയുന്ന പരാതി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നു. എന്നിട്ടും ബസ് കയറുന്നില്ല. ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് ബസ്സുകൾ അകത്തേക്ക് കയറ്റുമെന്ന്. ഇന്ന് രാവിലെ ബസ് അകത്തേക്ക് കയറ്റാനുള്ള നടപടി ഞാൻ ആരംഭിച്ചു. ഇവിടെ ആരംഭിച്ചപ്പോൾ എല്ലാ ബസ്സുകളും സഹകരിച്ചു. കൂട്ടത്തിൽ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഷെരീഫും അടങ്ങുന്ന ജനപ്രതിനിധികൾ കൂടെ നിന്നു. മജീദ് അടക്കമുള്ള ആളുകൾ കൂടെ നിന്നു. കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തുള്ള വിവിധ പാർട്ടി പ്രസ്ഥാനങ്ങൾ ആളുകൾ നിന്നു. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നിന്നു. എല്ലാ ആളുകളും സഹകരിച്ചതുകൊണ്ട്, പൂർണ്ണമായ പിന്തുണ നൽകിയതുകൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ അകത്ത് കയറ്റാൻ സാധിച്ചു. ദേശീയപാതയിലെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഉപ്പള ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് നമ്മളുടെ സ്വപ്നമായിരുന്നു, അല്ലെ? ആ സ്വപ്നം യാഥാർത്ഥ്യമായി. പക്ഷെ ഈ സ്വപ്നം നമ്മൾ കണ്ടതിനാണ്, ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് ബസ് പോകാനുള്ള സൗകര്യം ഉണ്ടാകണം, ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടും ഇത് നടപ്പിലാകുന്നില്ല എന്ന് പറയുമ്പോൾ വേറെ സങ്കടമുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഒരു കാരണവശാലും പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. അത് ഒരു സെക്കൻഡിനായാൽ പോലും പാർക്ക് ചെയ്യാൻ, അതിന്റെ അകത്ത് പോലും കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും വാഹന അകത്തിലൂടെ പാസ് ചെയ്യാറുണ്ട്. പക്ഷെ പാർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. എല്ലാ സഹകരിച്ച ആളുകൾക്കും നന്ദി. ബസ് സ്റ്റാൻഡിന്റെ അകത്ത് വ്യാപാരി സ്ഥാപനങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ സ്ഥലങ്ങൾ കയ്യേറിയിട്ടുണ്ട്. അത് തീർച്ചയായും ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ആ കയ്യേറ്റത്തെക്കുറിച്ച് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പളയിൽ നമുക്ക് എല്ലാ ആളുകൾക്കും, സാധാരണക്കാർക്കും എല്ലാവർക്കും ഉപ്പള ടൗൺ വന്നാൽ വളരെ സൗകര്യപൂർവ്വം യാത്ര ചെയ്യാനും സഞ്ചരിക്കാനും നമുക്ക് സാധിക്കണം. സുന്ദരമായ ക്ലീനായ ഒരു ഉപ്പളയാണ് ഞങ്ങളുടെ സ്വപ്നം. തീർച്ചയായും വരുന്ന ആളുകളിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. ബസ് സ്റ്റാൻഡിന്റെ അകത്ത്, പുറത്തുനിന്ന് ആരും കയറാൻ പാടില്ല. ബസ് സ്റ്റാൻഡിന്റെ അകത്തുനിന്നാണ് ബസ് കയറേണ്ടത്. എല്ലാവരും സഹകരിക്കുക.